ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ദയനീയ പ്രകടനം തുടരുമ്പോഴും ഒരു കാര്യം പറയാതെ വയ്യ. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ മത്സരങ്ങളും ഒരേ തന്ത്രമാണോ പയറ്റുന്നത് എന്ന് എതിരാളികൾക്ക് മനസ്സിലായോ എന്നൊരു സംശയം എടുത്തു പറയേണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം, ബംഗളൂരു FC ഇപ്പോൾ കഴിഞ്ഞ FC ഗോവ അടക്കമുള്ള മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മികച്ച പോരാട്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചതെങ്കിൽ പോലും ഗോളടിക്കാൻ സാധിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിൽ ഏറ്റവും മികച്ച താരമെന്ന് പറയുന്ന അഡ്രിയാൻ ലൂണയല്ല, നോഹ സദോയിയെ ആശ്രയിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് ആ കാര്യം കൃത്യമായി പിടികിട്ടിക്കൊണ്ട് നോഹ സദോയിയെ തീർച്ചയായിട്ടും മാർക്ക് ചെയ്തുകൊണ്ടാണോ എതിരാളികൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്നത് എന്നുള്ളത് സംശയമുള്ള കാര്യം തന്നെയാണ്. കാരണം ബോൾ ലഭിക്കുമ്പോഴെല്ലാം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അത് നോഹ സദോയിക്ക് കൊടുക്കുകയും അവിടെ നിന്നുള്ള ആ ഒരു സപ്ലൈയാണ് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ നോഹ സദോയിയെ കൃത്യമായി രണ്ടാളെ വെച്ച് മാർക്ക് ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പുതിയൊരു തന്ത്രം എതിരാളികൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരം FC ഗോവക്കെതിരെ കൃത്യമായി നമ്മളത് കണ്ടതാണ്. എത്ര തവണയാണ് നോഹ സദോയിക്ക് താരങ്ങൾ പന്തെത്തിച്ചു കൊടുത്തത്. പക്ഷേ നോഹ സദോയിക്ക് കൃത്യമായിട്ട് അത് കൺവേർട്ട് ചെയ്യാനോ അദ്ദേഹത്തിന് കൃത്യമായി പാസ് എത്തിക്കാനോ സാധിക്കാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ മത്സരമൊക്കെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഇനിയുള്ള മത്സരങ്ങളെല്ലാം തന്നെ നോഹയെ കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് കളിക്കാനായിരിക്കും എതിരാളികൾ ശ്രമിക്കുക. അതുകൊണ്ട് അഡ്രിയാൻ ലൂണയും കുറച്ചുകൂടി അഡ്വാൻസായി കളിച്ചുകൊണ്ട് കുറച്ചുകൂടി സ്റ്റെപ്പപ്പ് ചെയ്ത് കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരാളെ മാത്രം ആശ്രയിച്ച് കളിക്കാൻ കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇന്ത്യൻ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആഭ്യന്തര താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒരാളെ മാത്രം ആശ്രയിക്കാതെ കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കണമെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.